ചായ ദൈവം മോർണിംഗ് കോഫി ഒന്നുമില്ല എന്നുള്ള പരാതി വേണ്ട. കാട് നല്ല ട്രഡീഷണൽ കപ്പില് നല്ല സൂപ്പർ ബ്രൂ കോഫി. അതായത് ഇന്നലെ പോയിട്ടൊക്കെ രാത്രി വന്നു, പരിപാടികളൊന്നും അകത്തൊന്നും പരിപാടികൾ ചെയ്തില്ലേ പോലും ഈ സാധനം മാത്രം സമയത്ത് കിട്ടി. താങ്ക് യു. യു ആർ വെൽക്കം. അകത്തെ പരിപാടി ചെയ്ത് എണീറ്റ് രാത്രി മുഴുവൻ കൊച്ചു പാലുകുടിയുടെ മാരത്തോണായിരുന്നു. എഴുന്നേറ്റത് ഈ നേരമായി, ഇച്ചിരി താമസിച്ചായി. 7 മണി 7:30 എഴുന്നേറ്റപ്പോൾ. ആ സമയം നോക്കിയപ്പോൾ ആളെ കാണാനില്ല. വാനിലെ സാധനങ്ങളെല്ലാം എം ചെയ്ത്. ഞാൻ പറഞ്ഞു ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരുമിച്ച് ചെയ്തിട്ട് ചെയ്യാമെന്നായിരുന്നു. നോക്കിയപ്പോൾ 7:30 ആയപ്പോഴേക്കും ഒരുമിച്ച് കാര്യം നടക്കില്ലെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ കപ്പിടിക്കേട്ടാ കഴിച്ചോ. ചേച്ചിമാരും ചേട്ടനൊന്നും എണീറ്റില്ല. എല്ലാവരും ജലദോഷമൊക്കെ പിടിച്ചതിൻ്റെ സങ്കടത്തിലാണ്. അത് കഴിഞ്ഞ് ഇന്നലെ ഒരു സിനിമ കൂടെ ഇങ്ങനെ നടന്നേ കുറെ ദിവസമായില്ലേ. ഇന്നലെ ഏത് സിനിമ എല്ലാവരും ചാടിക്കാൻ നമുക്കപ്പുറം പോയി കഴിച്ചാൽ അമ്മമ്മോൻ്റെ സീറ്റ് എടുത്താം വാ. അപ്പോൾ യാത്രയിൽ മുഴുവൻ ഇങ്ങനെ പിടിച്ചിരുത്തി കൊടുത്തുകൊണ്ട് കഴിയുമ്പോഴും അവൻ്റെ റൊട്ടീനിലോട്ട് കയറാൻ വെച്ചിട്ട് തടസ്സം പോലെ. എന്നാ പിള്ളേർ നമ്മളവിടെ സിനിമ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ സംഭവമല്ലേ, പ്രൊജക്ടർ. അത് നെബുലയുടെ അതൊന്ന് കാണിക്കാവോ? നമ്മൾ ഇതാണ് നെബുലയുടെ ക്യാപ്സൂൾ 3 ലേസറാണ്. ഇത് വാങ്ങിച്ചിട്ട് 2-3 വർഷമായി, 3 അധികമുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇല്ല ചേച്ചാ, ഇത് നമ്മൾ മേടിച്ച് നമ്മൾ ദുബായി പോയിട്ട് വന്നപ്പം എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാ. അപ്പം ഈ സംഭവം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഒത്തിരി. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ട്. 4K ഒരു ക്വാളിറ്റി ഉണ്ട് ഇതിന്. അതെ, ചാർജ് നിൽക്കും, നമുക്ക് ഈസിയായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് ഹൈറ്റ് അനുസരിച്ച് ഇത് വെക്കുകയും ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചത്, കുഞ്ഞു ബേബീനെയും കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം പിള്ളേർക്ക് അപ്പിയും ഇതൊക്കെ വരുമല്ലോ. അപ്പം പൂപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു അതെന്തായിരിക്കും ഇങ്ങനെ ചോദിക്കണേന്ന് നമുക്ക് തോന്നി. പിന്നെ മനസ്സിലായത് ചിലപ്പം ബേബിമാരാകാത്ത ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ഫസ്റ്റ് ടൈമായിട്ട് അങ്ങനെയുള്ളവരാകുമ്പം ഒരുപാട് ഇങ്ങനത്തെ ആശങ്കകളുണ്ടാകും. ഈവൻ എനിക്കും ഉണ്ടായിരുന്നു. മാളുണ്ടാകുന്നതിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ടും കൺസേൺ ആയിരുന്നു. ഞാൻ ഇജ പറഞ്ഞുണ്ട് നമ്മൾ ഗ്ലൗസ് വാങ്ങി വെക്കണ്ടേ, അവളുടെ അപ്പി അല്ലേ മാറ്റാൻ വേണ്ടി ഗ്ലൗസ് വാങ്ങി വെക്കണ്ടേ ചോദിച്ചാൽ അത് 2 ദിവസം നമ്മൾ ഗ്ലൗസ് ഇട്ടും കൂടെ കേട്ടോ ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതെന്തോ നമ്മുടേതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യുക അതുപോലെ മക്കൾക്കും ക്ലീൻ ചെയ്ത് കൊടുക്കും. ബിഫോർ ആൻഡ് ആഫ്റ്റർ കൈ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്യുക, ക്ലീൻ ഹാൻഡ്സ് വെച്ച് ക്ലീൻ ചെയ്യുക. ക്യാമ്പിംഗ് ഇതിനകത്താണ് തന്നെ ടോയ്ലറ്റ് ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുന്നത് അതുപോലെ ഇവനിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അവൻ പറയും. എക്സ്പ്രഷനിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ തന്നെ അവനെ ടോയ്ലറ്റിൽ കൊണ്ടേയിരുത്തും. പുള്ളി മുക്കാൻ തുടങ്ങാൻ തോന്നുമ്പോഴേക്കും ആഹാ വരൂ അവനെ കൊണ്ടേയിരുത്തും, അവൻ കാര്യം നടത്തും. പിന്നെ ഡയപ്പറിനകത്താണെങ്കിൽ സാധാരണ ഡയപ്പർ മാറ്റുന്ന മാറ്റും. അത് കഴിഞ്ഞ ശേഷം നമ്മളത് കളക്ട് വെച്ചിട്ട് തൊട്ടടുത്ത് വേസ്റ്റ് കളയുന്ന സ്ഥലത്ത് കൊണ്ട് വേസ്റ്റ് കളയും. ടോയ്ലറ്റിൽ കയറ്റി കഴിക്കും. ഫസ്റ്റ് ഇരുത്തുമ്പോ തന്നെ അവൻ അങ്ങനെ അയ്യോ അതൊരു കള്ളക്കരച്ചില, അതൊരു കുഞ്ഞിക്കരച്ചില. ഫസ്റ്റ് ഇരുത്തുമ്പോ തന്നെ പുള്ളി അങ്ങനെ ഇരിക്കില്ലായിരുന്നു, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ഇപ്പോഴും അതെ. പക്ഷെ പുള്ളീനെ പയ്യെ എങ്ങനെയും ഇരുത്തുക എന്നുള്ളതിൽ നിന്ന് നമ്മൾ മാറ്റരുത്. പക്ഷെ അവന്റെ മൈൻഡ് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവന് മനസ്സിലാവുന്നതുകൊണ്ട് അവന്റെ കാര്യം എന്നിട്ട് അങ്ങനെ ഇരുത്തും. അപ്പൊ പിന്നെ അത് നോർമലായിട്ട് ഈസി ആണല്ലോ. ഇനിയിപ്പോ ഇൻ കേസ് നമ്മൾ വെള്ളമുണ്ട് ട്രാവലിങ്ങിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ വെറ്റ് വേപ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ ഹാൻഡ് ഡിസിൻഫെക്ട് ചെയ്യാനുള്ള സംഭവം നമ്മുടെ ഉണ്ടല്ലോ. സാധാരണ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അതൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇനിയിപ്പം കൈ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇതുണ്ട്, സോപ്പുണ്ട്, പിന്നെ വാട്ടർ ബോട്ടിലുണ്ട്. അപ്പൊ അങ്ങോട്ടും കൊണ്ട് നമ്മൾ വാഷ് ചെയ്യും. പിന്നെ ബേബിമാരുടെ പൂപ്പ് കഴുകുമ്പം എപ്പോഴും നമ്മൾ വാട്ടർ വാഷ് ട്രാവലിങ്ങിന്റെ സമയത്ത് ഫുൾ ടൈം നമ്മളങ്ങനെ വാട്ടർ വാഷ് ചെയ്യല, വെറ്റ് വൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണു. എന്നിട്ട് പിന്നെ ബാത്ത് കൊടുക്കുമ്പം ഫുൾ അങ്ങനെ കഴുകിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. രാവിലെ പരിപാടി പൂച്ചകളിയാ, ഒരു പൂച്ചകളിക്കാരൻ. കണ്ടോ പന്നി എങ്ങനെയായിരുന്നു കണ്ടത് ചേട്ടാ? പന്നി എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല, എങ്ങനെ
എടാ കള്ളക്കളിക്കുട്ടാ. രാവിലെ അംഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രാവിലെ ഒന്ന് വീണ്ടും ഒരു ഡ്രസ്സ് മാറി. ഇത് എന്നെ പരിപാടി. മീനുണ്ടായിരുന്നോ? പുല്ലൊക്കെ വെട്ടാറായിട്ടിരിക്കുകയായിരുന്നു, അതെല്ലാം വെട്ടി. ഈ ആഴ്ച നല്ല മഴയൊക്കെയാണെന്നാണ് വെതറി കൊടുത്തത്. പക്ഷേ ഇന്നും നല്ല വെതറാണ്. നമ്മൾ ഫുള്ള് അറേഞ്ച് ചെയ്യുന്നേ. എന്നാ മാള് കഴിക്കുന്നേ? യോഗട്ട്, ചക്കിയും യോഗട്ട്. ഇനി ഒന്ന് അതുക്കി പറക്കി വെക്കണമെന്നാണ്. തുണികൾ അലക്കണം. 5 എല്ലാവരുടെയും. നമുക്കല്ല 6 പേരല്ലേ. എന്നാ അവളെ 10 മിനിറ്റ് ട്രെയിൻ ചെയ്തിട്ട് പറഞ്ഞു എനിക്കാണെങ്കിൽ എനിക്ക് 5 യൂറോ കിട്ടാൻ പോണം. അപ്പോഴേക്കും അവള് പോയിട്ട് പറഞ്ഞു നീ എനിക്ക് 1 യൂറോ 10 സെന്റ് തന്നാലും ഞാൻ നിന്നെ ട്രെയിനിൽ 1 വീക്ക്. എന്നിട്ടാണെങ്കിൽ അവള് പോയിട്ട് എപ്പോ തന്നെ 10 മിനിറ്റ് ചെയ്തിട്ട് അവള് വന്നിട്ട് പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യില്ല ഇനി എന്നിട്ട് പോവാൻ പറഞ്ഞു. അപ്പൊ ചക്കി ജോണിക്കുട്ടിയുടെ ട്രെയിനർ ആയിട്ട് ജോണിക്കുട്ടി ചക്കിക്ക് പേ ചെയ്തു. ജോണിക്കുട്ടിക്ക് 6 പാക്ക് കിട്ടാൻ വേണ്ടി ചക്കി ട്രെയിനർ അവനെ സ്കാം ചെയ്തോ? ഇല്ല, ഇവനോട് ഞാൻ പറഞ്ഞു നോർമൽ ആണോ ഈസി ആണോ അതോ എക്സ്ട്രീം ആണോ. ഇവൻ പറഞ്ഞു ഇവന് എക്സ്ട്രീമിന്റെ എക്സ്ട്രീം ആക്കണോ. അവൻ എക്സ്ട്രാ എനിക്ക് പേ ചെയ്തു. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു പുഷപ്പ് ചെയ്യണം. അത് അവന് പറ്റില്ല. അവൻ പറഞ്ഞു അവൻ ചെയ്യില്ലാണ് പൈസ കൊടുക്കൂട. അറ്റ്ലീസ്റ്റ് 20 പുഷപ്പ് ചെയ്തു ഫുള്ള് സമയത്തില് 10 മിനിറ്റില് ഫുള്ള് ഞാൻ ചെയ്തു. അപ്പൊ ചക്കിക്ക് ഇവന്റെ ട്രെയിനർ സ്ഥാനത്ത് നിന്ന് എസ്കേപ്പ് ആവണം, അതാണോ കാര്യം? അല്ല, ഇവന്റെ ട്രെയിനർ ആയിട്ട് ചക്കിക്ക് കണ്ടിന്യൂ ചെയ്യണോ? പറ്റില്ല, ഇവനെ പറയണ ചെയ്യില്ല. ചക്കി ജോണിക്കുട്ടിയുടെ ട്രെയിനർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണോ? ചക്കി ജോണിക്കുട്ടിയുടെ ട്രെയിനർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണോ? ചെയ്യണം, അല്ലാതെ ഞാൻ എന്റെ പൈസ എടുക്കും. പിന്നെ തക്കാളിയോ പസ്തല്ലേ? ടൊമാറ്റോ സോസ് ആണോ? ആ കഴിക്ക്. ഇന്നലെ രണ്ടാണ് എന്നെ ഓർമ്മ. മമ്മേടെ സാധനം നല്ല വയറാണ്. മമ്മേടെ സാധനങ്ങൾ ഇന്ത്യൻസും ഉണ്ടാക്കും. ഫുൾ ഇന്ത്യൻ ഡ്രസ്സുകളാണ്. മാള് യൂസ്ഡ് ഡ്രസ്സുകൾ ആരുടെയൊക്കെയാണ് മാള് കൊടുക്കാനിട്ടേക്കുന്നത്? മമ്മേന്റെയും ചക്കീന്റെയും കുറച്ചൊക്കെ. എന്നിട്ട് ഇപ്പൊ ഫുള്ള് 4 ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഡ്രസ് ഇങ്ങനെ ആദ്യം ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ പാക്ക് ചെയ്യും. അതല്ല, ഏത് പ്ലാറ്റ്ഫോമിലിട്ടാ കൊടുക്കുന്നത്? വിന്റഡില്. അപ്പം നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ സൈറ്റിൽ ഇടും അല്ലേ? അപ്പൊ റീസൈക്ലിംഗ് ആണ്, പൈസയും കിട്ടും. ആളാണ് ഡീൽ ചെയ്യുന്നത്. എന്നിട്ട് പാക്ക് ചെയ്ത് നമ്മൾ അയക്കും. എങ്ങനത്തെ കവറിനകത്തായിരുന്നേ? ഞാൻ നല്ല കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബ്രൗൺ പേപ്പർ ബാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് പൈസ കൂടുമ്പോ ആ പൈസക്ക് ഷിപ്പിംഗ് ബാഗ് മേടിക്കാം. എത്ര ഇപ്പൊ കൊടുത്തു? ഇന്നലെ 2 ഓർഡർ കിട്ടി. ഇന്ന് രാവിലെ ഓർഡർ ബാങ്ക് കടയിൽ പോണ വഴിക്ക് ഇതും കൊടുത്തിട്ട് മേടിക്കാം. നമ്മള് വീട്ടിൽ വന്നതിന് ശേഷം നമ്മള് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വീഡിയോസ് കാണുവാണ്. നമ്മള് കണ്ടില്ലായിരുന്നല്ലോ, അന്നേരം പെട്ടെന്ന് കിട്ടുന്നത് മാത്രമേ വന്നിട്ട് അവനിപ്പോ എപ്പോഴും ടൈം എടുത്തോണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. ഇത്ര ദിവസം കൈക്കകത്തുനിന്ന് ഒരു കൈക്ക് മാറിക്കൊണ്ടിരിക്കുക. ചോറ് കഴിക്കാനാണ്. സാമ്പാർ, മീൻകറി. കുഞ്ഞിന് ഉള്ളി വേണോ? സാമ്പാറിൽ ഉള്ളി വേണോ? ഉള്ളി വേണോ? അമ്മച്ചി തറ്റേ ആര് വേണം? കൊച്ചിന് വേണ്ട. ഇന്ന് മടി പിടിച്ച ദിവസമാണ്. ഇന്ന് ആവശ്യത്തിന് ഉറക്കം, ചായ കുടി. നാളെ മുതൽ നമ്മൾ പുതിയ വ്യക്തികളാവും അല്ലേ? നമുക്ക് കുറെ ടൈം നമ്മുടെ വീഡിയോസ് കാണുന്നു. ഞാൻ പോയിട്ട് നമ്മളെ പറമ്പിൽ കുറെ സ്ട്രോബെറീസ് ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് സ്ട്രോബെറി അല്ല റാസ്ബെറി കുറെ. ഞാൻ പാത്രം എടുത്ത് വരികയായിരുന്നു. ഉള്ളി തന്നെ പോയി കുത്തിയിട്ടു. അത് കഴിഞ്ഞ ശേഷം ഉള്ളി തന്നെ വാക്കം ചെയ്തു.
പുള്ളി ഊരി ഇവിടെ ചെക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു. അതിനകത്തേക്ക് കയറ്റുന്നു. എന്നാ പരിപാടിയാണ്? തൊപ്പി വെച്ച് തൊപ്പി ചാടിപ്പോയി കൊച്ചിന്റെ. കൊച്ചിന് നമ്മുടെ നടക്കലുകാരൻ വരണ്ടേ, അവനെ നോക്കിക്കോട്ടോ. പൂക്കളല്ല അത്. അതെന്നത്? പൂക്കളല്ല അത്. പൂക്കളല്ല അത്. അയ്യോ, അത് നല്ലൊരു ലേഡി ബഗ് ആയിരുന്നു. ആരായിരുന്നത്? ഹെഗ്ഡെയാണ് ആ സാധനത്തിന്റെ പേരാണ്. സീലി. എസക്കുട്ടിയുടെ കയ്യിലിരിക്കണേ. അതിന് എറിഞ്ഞെറിയേണ്ട സ്റ്റിക്കർ കണ്ണൊക്കെ പൊട്ടിക്കുമെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞു വെച്ചാൽ പൂന്തോട്ടക്കാരൻ ഇവിടുത്തെ പൂക്കള് ഡെഡ് ഫ്ലവേഴ്സ് ഒക്കെ പറക്കിയായിരുന്നല്ലോ. കംപ്ലീറ്റ് ആക്കാതെ ഇങ്ങോട്ട് ചാടിയത്. എന്ത് ചെയ്യാനല്ലേ മോനെ? അങ്ങനെ വലിച്ചോണ്ട് പോലെ ഇവിടെ കൊണ്ടുപോയി. എസക്കുട്ടി ഇവിടെ വന്നേ. അവിടെ കൊണ്ടുപോയിക്കേ. അവിടെ കൊണ്ടുപോയിക്കേ. അവിടെ ഇരുന്ന് അവിടെ വെക്കണ്ടേ. ഇവിടെ വെക്കണേ. ഇവിടെ വെക്ക എസക്കുട്ടി. അതെടുത്ത് ഇവിടെ വെക്ക. നോ. ഓ ഷൂ പാവം. ഷൂ അത് പോയത്. പൂ പൊട്ടിച്ചെന്തിനാ? ഇവിടെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ പൂ പൊട്ടിച്ചേ? എസക്കുട്ടി. എസക്കിയൽ കുട്ടി. യു എസക്കിയൽ കുട്ടി. അങ്ങോട്ട് റോഡിലോട്ടൊന്നും പോയി കല്ലെറിയാൻ പറ്റില്ല. റോഡിലോട്ടൊന്നും പോയി എറിയാൻ പറ്റില്ല കേട്ടോ. ഐ ഡോണ്ട് നോ. അങ്ങോട്ട് ചെല്ല. എന്തു? അവിടെ ഒന്നുമില്ല. അവിടെ ഒന്നുമില്ല. ആ വണ്ടി വരും. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഓടി വാ. നമ്മൾ റാസ്ബെറി എടുക്കാൻ പോയപ്പോഴേക്ക് ഞാൻ തൊട്ട് നോക്കിയത് ഭയങ്കര ഡ്രൈ ആണോ? അപ്പൊ പിന്നെ ഉറപ്പായിട്ട് വെള്ളം കൊടുക്കണം. വാ എസ്കുട്ടി. എസ്കുട്ടി വായോ. ചിലത് മറ്റേ കറുത്ത് പോയേ. അതെ ജോർകുട്ടി അതിലാ വാ. ഞാൻ എപ്പോഴും എന്തിനാ അതിലെടുത്ത് ഈശോയെ അത് അങ്ങോട്ട് എന്റെ കണ്ണും പോയി. കണ്ടോ എന്റെ കണ്ണി അടിപ്പോയി. കുക്കലി ഇതെല്ലാം എടുത്ത് പിടിച്ച് കുറച്ച് കളയാടെ. സൈക്കിളിൽ കയറാൻ പോകണോ? നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ കേറാൻ പറ്റൂലെന്നേ. അങ്ങനെ കേറാൻ പറ്റൂലെന്നേ. ഇങ്ങോട്ട് വാ. പുറത്ത് ചുമന്നോണ്ട് പോകാൻ നോക്കണോ? ഇങ്ങ് വാട പിള്ള. അതിലങ്ങനെ കേറാൻ പറ്റില്ലാടാ. പടങ്ങി പോവാണോ? ദേ അവിടെ അവരുണ്ട്. ഇതുണ്ടോ ചേട്ടൻ നിന്ന് വെള്ളം ഒഴിക്കട്ട് നോക്കിയത് അവിടെ. ഓടി വാ നമുക്ക് പോവാം. വെള്ളം ഒഴിക്കാൻ പോവാം. വാ, കൈ പിടിച്ചു. കൈ ഇങ്ങനെ മഞ്ഞച്ചാണോ ഉണ്ടാകുന്നേ? അതെയോ ചീഞ്ഞു പോയതാണോ? അത് ചീഞ്ഞു പോയതായിരിക്കും ചേ. മഞ്ഞ് നിർത്തി നീളത്തിരിക്കുന്നതിന്റെ ഇടയില് സുഖീനി പോലെ. അതേതാ കളറാണോ ഉണ്ടായി വരുമ്പോ? അതെല്ലേ.
ആ ഉള്ളി പറക്കാറായല്ലോ. പൂ വന്നിങ്ങനെ ഇല ഇതാവുമ്പോഴല്ലേ പറക്കണ്ടേ? എനിക്കറിയില്ല. അതെ, ചീര അല്ലായിരുന്നു അത്, എന്തോ നമ്മളെ ഫേക്ക് ആയിരുന്നു. അത് മൊത്തം പറിച്ചതാണ് ഞങ്ങൾ. ചീരയല്ലായിരുന്നു സാധനം, അതുകൊണ്ട് അതെല്ലാം പറിച്ചാൽ നല്ല സ്ലിപ്പറി അവിടെ വെള്ളമുണ്ട്. കണ്ടായിരുന്നു ചായ. മുള്ളുണ്ട്, മുള്ളു 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 സൂക്ഷിച്ച്, പുഴുണ്ടോന്ന് നോക്കണം. നേരെ മുള്ളുണ്ട്, മുള്ള്. നമ്മൾ ക്ലീൻ ഇതുവരെ കണ്ടതൊക്കെ. നമ്മളെല്ലാം ക്ലീനാ. ഞാനെല്ലാം നോക്കിക്കൊണ്ട് എന്നിട്ട് ഓരോരുത്തരും സൂക്ഷിച്ച് പോലില്ല. ശരിക്കും പഴുത്തു ഫുള്ള്. ഇതും കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാറുണ്ടല്ലേ. കേക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ക്രീം ചീസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലിൽ ഇത് വെക്കുകയല്ലേ, എന്നിട്ട് ജലാറ്റിനൊക്കെ ഒഴിച്ചിട്ട്. ഇഷ്ടം പോലെ ഉണ്ട്, കഴിച്ചോ. പസക്കുട്ടിക്ക് ബെറി ഭയങ്കര ഇഷ്ടമാണ്. ഏത് ബെറിയും കഴിച്ചോളും. ഇവരുടെയൊക്കെ ഇത് ഇച്ചിരി കഴിയുമ്പോൾ മാറും. എപ്പോൾ ഇഷ്ടമുള്ളത് ഇച്ചിരി കഴിയുമ്പോൾ അവർ കഴിക്കില്ല. ഇപ്പൊ കഴിക്കണം പിന്നെ കഴിക്കില്ല, പിന്നെ മാറി മാറി വരും. പിന്നെ കഴിക്കുമ്പോൾ നമ്മൾ കൊടുക്കും കഴിക്കണത്. കുട്ടി പാത്രം എടുത്തിട്ടുണ്ട്. പറിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇങ്ങനെ ഇരിക്കും. അല്ല, ഏറ്റവും കൂടുതലുള്ളത് ഇതും അയ്യോ കൊച്ചിന്റെ ചാടി പോയി മോനെ, അങ്ങോട്ട് ഉരുണ്ടു പോയത്. അതാ പറയണം ബ്ലൂബെറി. അത് ഈ ചീച്ചി അത് വേറെ ഉണ്ട്. ബ്ലൂബെറി തരോ? അല്ല, അവൻ പറഞ്ഞ ബ്ലൂബെറി. പക്ഷെ ഇതാണ്ടല്ലോ, ഒരു സമ്മർ കഴിയുമ്പോഴേക്കും അതിന്റെ പ്രദേശവും ചുറ്റുപാട്ടത്തെ എല്ലാം നിറച്ചു വരും. ഇതൊക്കെ പെട്ടെന്ന് വളരുന്ന സാധനമാണ്. ഇവിടെ മാത്രം വരാൻ തുടങ്ങണേ, ഇവിടെ ഒന്നും വരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു, നമ്മള് പണ്ട് കുറച്ച് വെട്ടിക്കളഞ്ഞല്ലേ, എന്നിട്ട് അരികത്ത് മാത്രമായിട്ട് കുറെ നിർത്തി. എന്നാലും അതിന്റെ വിത്ത് ഇതൊന്നും നമ്മൾ നട്ടതല്ല. ഇതൊക്കെ ഉണ്ടോ ഈ നിൽക്കുന്നത്, ഇത് നമ്മൾ നട്ടതല്ല, തന്റെ സീഡ് വീട് ഉണ്ടായതാ അല്ലേ. കിളി കൊത്തിക്കൊണ്ട് പോകുമ്പോഴെങ്ങാണോ എങ്ങനെയാണോ അല്ലേ? കിളി കൊത്തിയപ്പോ ഇടുമ്പോ വീണ് മുളയ്ക്കും. വേസ്റ്റ് കളയാനായിട്ട് സൈഡില് കൂട്ടിക്കിടക്കും കേട്ടോ. എഫോർട്ട് ചെയ്ത സാധനമാണ്. മറ്റേ കുറെ മന്ത്സ് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നതാണ്. ഈ സാധനം റോൾ ചെയ്യാൻ എന്റെ കയ്യില്. അയ്യോ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഓ നൈസ്. കുറച്ചു നേരം പറ്റും, എന്നിട്ട് എനിക്ക് പാടാ. ഈ ബോൾ ഈസി അല്ല, മറ്റേ സ്ലിം പോക്ക് ബോളാണ് അവന്റെ. അയ്യോ, ഓടി വാ, ഓടി വാ. ഹാൻസപ്പ് പറയണയാണോ? എന്നാ ആപ്പി ഇങ്ങ് വാ, കളിക്കാൻ പോവാന്നാ. ഇങ്ങ് പോരത് പൂട്ടി വെച്ചേക്കുവാ. ഇങ്ങ് പോര് കുഞ്ഞ്. കുഞ്ഞിങ്ങ് പോരത് പൂട്ടി വെച്ചു. അത്യാവശ്യത്തിനുള്ളതായല്ലോ. ഇവിടെ മറ്റേ ബോളുണ്ട്. കുട്ടീനെ നിർത്തിക്കാൻ മോനെ, ഇങ്ങോട്ട് വന്നപ്പോ. വീഴില്ല വീഴില്ല, തമ്പുരാനെ വീഴില്ല. ബ്ലൂബെറി അല്ല ഇത്, അത് റാസ്ബെറി. ഓർമ്മ കൊടുത്തേ. ഈ സാധനം ഇല്ലാത്ത കൈ കൊടുക്കും, പുള്ളിക്ക് വായിൽ വെച്ചു. ഇല്ലില്ല, അയ്യോ പുല്ലും ഉണ്ട് അതിന്റെ കൂടെ. പുല്ല് പുല്ല്. ബാ മമ്മ കളയാം. ജസ്റ്റ് ബോറടിച്ചോണ്ടാ. ആളുവിനും ജലദോഷമായിരുന്നു. ആളുവിനും ചക്കിയുടെ മാല ചോക്കി ഇച്ചിരി ഉണ്ട്. ഇച്ചിരി ഉണ്ട്, ചക്കിക്കും കുറച്ചുണ്ട്.
വാ മോനെ കയറുവാ വേസക്കൂട്ടി പുറത്തു പോയി പിന്നെ കയറി വരത്തേ ഇല്ല. അപ്പൊ ബോളി അടിപ്പോ പിന്നെ ബോൾ എടുത്ത് കയറും പിന്നെയും ബോളി അടിപ്പോ പിന്നെയും ബോൾ എടുത്തിട്ട് കയറും. ഇതന്നെ പരിപാടി. ജോലിക്കുട്ടി എന്നാ ചെയ്യോ ജോലിക്കുട്ടി ബ്ലൂബെറി നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് കൊണ്ടുവന്നത് അതൊന്ന് ക്ലീൻ ചെയ്ത് ഇത് ചെയ്തിടുവാണ്, കളക്ട് ചെയ്ത് വയ്ക്കുവാണ്. ഫുൾ ഇല കളയണം കേട്ടോ. കളയോ? എന്റെ മുടി വെട്ടാറായല്ലോ. അമ്മയ്ക്ക് അടുത്ത് കൈവയ്ക്കുന്ന നേരമായല്ലോ. ചക്കിക്ക് കുറച്ച് ബേബി ഹെയറും മാവിന് കേളി ഹെയറും. ഞാൻ ചക്കിന്റെ മുടിയിൽ കേളി ഹെയർ റുട്ടീൻ ചെയ്ത് നോക്കിയേ. മുന്നിലാക്കിയ ഇത് ഫ്രണ്ട്, എന്നിട്ട് ബാക്കില് ഇതുപോലെ ജെൻ എ ഗേൾ ജെൻ ആൽഫ അല്ല ജെൻ എ ഗേൾ. കുട്ടി കുളിയെല്ലാം കഴിഞ്ഞ് നേരത്തെ കിടന്ന് ഉറങ്ങി. അവളുടെ റൂട്ട്സ് കേളാവും, എന്റെ ആകത്തില്ല. ജലദോഷം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, മാറി വരുന്നു. അമ്മയ്ക്ക് അമ്മ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ആണുവിന് കട്ടി കുറയ്ക്കുന്നത് ഇഷ്ടം, ചുക്കുന് കട്ടി കൂട്ടുന്നത് ഇഷ്ടം. കട്ടിയുള്ള നല്ലത്, പിള്ളേർക്ക് അറിയില്ലല്ലോ. ട്രൈ ചെയ്യണോ? കട്ടി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ടി കൂട്ടാൻ പറ്റത്തില്ല, പിന്നെ കൊള്ളില്ലാണ്ട് വരും. പക്ഷെ അത്ര കട്ടി കുറച്ചില്ലല്ലോ, കുറച്ചല്ലേ? കുറച്ചോളൂ. നമ്മ ഒത്തിരി ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ പെൻസിൽ അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പെൻസിൽ പോലെ ഇരിക്കുന്നത്. നമുക്ക് ഉള്ളപ്പോൾ നല്ല ഭംഗിയായിട്ട് ഷേപ്പ് ചെയ്തിരിക്കുന്നല്ല. ഒരു പൂച്ചയോർക്ക് ഉറങ്ങിയിട്ട് എണീറ്റ് കുട്ടി പപ്പ എടുത്തുവാ. ഇന്ന് നെല്ലിക്കാലം ചൂടാക്കിയായിരുന്നോ? ഒന്നും ചെയ്തില്ല. നെല്ലിക്കകാലം പൊക്കാറായോ? നെല്ലിക്കകാലം സേഫ് ആയിട്ട് 4-ാം തീയതി നമ്മുടെ തക്കുളം ബ്ലൂബെറി ഇന്നുകൊണ്ടിരിക്കണോ ഒരു മുറുക്ക് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.